ഹലോ. അപ്പം നമ്മൾ കുറേ ദിവസമായി കേട്ടിട്ട് ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക് അങ്ങനെയാണല്ലോ അല്ലേ പറയാം, പെരുന്നാൾ ആശംസകൾ. ഓക്കെ, അപ്പം എൻ്റെ വയറുവേദനയിലൊക്കെ തള്ളി പൊട്ടിയിട്ടുണ്ട്. വയറുവേദന എന്നല്ല, ഉണ്ട്, ശരിക്കും പറ്റുന്ന വയനാട്. അങ്ങനെ ഞാനും ഗൈസ് പാണ്ടേനെ വാങ്ങിച്ചു. അപ്പം നിങ്ങളിക്കും ഇതൊക്കെ എന്തിനാണ് ലോങ് വീഡിയോ ഇടുന്നത്? സത്യം പറയാലോ, എനിക്ക് അത്രയ്ക്കും എൻ്റെ മുഖത്ത് കാണാൻ പറ്റും ഇത് എങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. സത്യം പറഞ്ഞാൽ ഇത് വാങ്ങുന്നതിനൊരു വലിയ കഥ ഉണ്ട്. അമ്മ പറഞ്ഞു മാക്സിമം 40 കിട്ടിയാണ് ഞാൻ വാങ്ങിച്ചതാണ്. 40 കിട്ടിയിട്ടില്ലെങ്കിലും നല്ല മാർക്കുണ്ടായിരുന്നു. മാക്സിമം എപ്പോഴും കിട്ടുന്ന പോലെയല്ല, നല്ല മാർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിനെ വാങ്ങിയത്. പിന്നെ വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ നോക്കുക എന്നാ വരിക. അങ്ങനെ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് മിനിഞ്ഞാന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഉള്ളത് കാലഘട്ടത്തിൽ ഇന്നലെ വരുന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ മീഷോ എന്നെ ചതിച്ചു ഗൈസ്. ഇന്നാണ് പെരുന്നാളുണ്ട്, അങ്ങനെയാണ് നമ്മൾ പാണ്ടക്കുട്ടീനെ എത്തിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമെന്നൊക്കെ എനിക്കറിയാം. പിന്നെ എൻ്റെ ഒരു ആശ്വാസത്തിനായി ചെയ്യുന്ന ഇത്. പിന്നെ കുറേ ഇല്ലേ ലോങ് വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്തിട്ട് എന്താ ഭയങ്കര ഇഷ്ടമാണ് കൂട്ടനൊക്കെ സംഭവം അതാണ്. അപ്പം നിങ്ങളൊരു കാര്യം എന്നോട് ചോദിക്കണം. ഞാൻ ചോദിക്കുകയാണ്, ഇതിങ്ങനെ കെട്ടേണ്ടതെന്ന് പറഞ്ഞു എൻ്റെ കയ്യിലുള്ള സമയം. ഞാൻ ഷോർട്സിലും അങ്ങനെ ഇതൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ഉണ്ട് ഗൈസ്, കുറേ ഉണ്ട് കാണിക്കാനില്ല. ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, നല്ല സിലിക്കോൺ പോലെയാണ്. ഇത് ഭയങ്കര സോഫ്റ്റാണ്. ഇത് 30 എന്നിട്ട് ഞാൻ ഇങ്ങനെ അഭിനയിക്കും. അപ്പം ഇതാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സാധനം. ഓടിയുണ്ട് ഗൈസ്, ബാക്കിൽ അതാണ് എൻ്റെ ഇഞ്ഞ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചത്. യെസ്, നോക്കാം. പിന്നെ അതിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവുന്നൊക്കെ ചിക്കിങ് ആണ്. ചിക്കിങ് എനിക്ക് ഭയങ്കര ഇത് ഭയങ്കര അടിപൊളിയാട്ടോ. നിങ്ങൾക്ക് ഗിഫ്റ്റെല്ലാം കൊടുക്കണമെങ്കിൽ എല്ലാം ചെയ്യാം. പിന്നെ ഞാൻ VN യൂസ് ചെയ്തിട്ടാണ് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാറ്. അപ്പം ഇന്ന് VN നോക്കിയപ്പോൾ അവൻ നടന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ക്യാൻ മാസ്റ്ററിൽ ചെയ്യാമെന്ന്. അപ്പം പിന്നെ ക്യാപ് കട്ട് യൂസ് ചെയ്യും. ക്രാപ്പ് കട്ടാണോ ക്യാപ് കട്ടാണോ, പക്ഷേ അത് ആൻഡ്രോയിഡ് ആയതുകൊണ്ടാണോ എനിക്കറിയില്ല. ക്യാപ് കട്ട് പ്ലേ സ്റ്റോറിലില്ല. അപ്പോൾ ക്യാപ് കട്ടിൻ്റെ കാര്യം കൊണ്ട് പറയണം നിങ്ങൾ. പിന്നെന്താ, പിന്നെ അടിപൊളിയാണ്. ഇങ്ങനത്തെ ലൈറ്റ് കാണിച്ചോ എനിക്ക് പോലും സത്യം പറഞ്ഞാൽ അറിയില്ല. ലൈറ്റ്സൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് അതിൻ്റെ ലൈറ്റ്സ്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഇങ്ങനെ ഇതിനടുത്ത് ചീർപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ചീർപ്പ് വെച്ചിട്ട് കളിച്ചുകൊണ്ടൊന്നും തോന്നുന്നതാണ് ഞാനൊന്നും ശ്രദ്ധിക്കാത്തത്. പിന്നെ ഇതിന് ഞാൻ താലി കെട്ടി. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. എനിക്ക് യൂട്യൂബിൽ നോക്കണം എങ്ങനെയാണ് ഈ ലൈറ്റ് പാണ്ടീനെ കിട്ടുന്നത് എന്നൊക്കെ. എന്നിട്ട് അത് നോക്കിയിട്ട് വേണം ഇതിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ സ്റ്റഡി ടേബിളിൽ വയ്ക്കുമ്പോൾ അത് ഭയങ്കര പുള്ളായി നിൽക്കുകയാണ്. ആവട്ടെ, ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കാം. അപ്പം എന്താക്കും എനിക്കറിയില്ല. എന്നാലും ഇങ്ങനൊരു സ്ഥലത്ത് അവനെ വെച്ചിട്ടുണ്ട്. ഞാൻ നിന്നുഷാജിയിൽ കണ്ട അത്ര വലിപ്പമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നേ. അപ്പം എനിക്കറിയില്ല അത്രയൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ തന്നെ പറയാം. പിന്നെ ഞാൻ അതിനെങ്ങനെ കെട്ടുന്നതെന്നൊക്കെ നോക്കി, പക്ഷേ ആ കെട്ടലൊന്നും നടക്കില്ല ഗൈസ്. അങ്ങനെ അതിനവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എന്തൊക്കെ പറയുന്നു, സത്യം പറഞ്ഞാൽ ഞാനിത് റെക്കോർഡിംഗ് ആണല്ലോ കൊടുക്കുന്നത്. വലിയ ഇതിൻ്റെ ഫ്രണ്ട്സ് അല്ല, കുറച്ച് ആൾക്കാരെന്നോട് ചോദിക്കും, ഇത് നീ എങ്ങനെ ചെയ്യുക? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ലായിരിക്കും ഇത് റെക്കോർഡിംഗ് ആണുള്ളത്. ഞാൻ ഇത് എഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി മുണ്ടല്ലേ
എൻ്റെ കളറും ചെയ്തത്. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. തലക്കേറി തട്ട് കൊടുത്തു കഴിഞ്ഞാൽ റെഡ്. അത് ഏതാ കളർ? ഇത് പച്ച. അതേതാ കളറ്? അതേതാ കളർ? പച്ച കളറാ. അതേതാ കളറുണ്ട്? അപ്പം കണ്ട കളറെല്ലാം നമുക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതൊക്കെ നമ്മുടെ പണ്ടപ്പെട്ട അവസ്ഥ. എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ കമൻറ്റ് ആയിട്ട്. എൻ്റെ രണ്ടാമത്തെ ലാമ്പാണ്. ഇത് പച്ച കളറാട്ടോ, ഇത് ബ്ലൂ അല്ല, ഇത് പച്ച കളറാണ്. ഇതാണ് ബ്ലൂ. ഇതൊരു ലൈറ്റ് പച്ച കളർ. അങ്ങനെ ഐ ലവ് ദിസ് വൺ. നമുക്ക് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാം. ക്യൂട്ടിനോട് ഇഷ്ടമുള്ള ഇത് കൊടുത്താൽ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ചാർജറുണ്ട്. ചാർജറൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട് എനിക്ക് ഇത്രയും റെക്കോർഡ് ചെയ്യാനുണ്ടാവുന്നു. ഇത്രയും റെക്കോർഡ് ചെയ്യാനുണ്ടാവുന്ന ഞാൻ ചെയ്യില്ലായിരുന്നു. വയറുവേദന കൃഷ്ണ വയറുവേദന വരവാനുണ്ട്. ഇവിടെ പെരുന്നാളാണ്. അല്ല, എല്ലായിടത്തും പെരുന്നാളാണ്. അപ്പം പെരുന്നാളായിട്ട് ഇവിടെ താത്ത ബിരിയാണി കൂടത്തിലോ അറിയില്ല. അതിനോട് കാത്തിരിക്കുക. താത്ത കേൾക്കുന്നുണ്ടാവോ ഇത്? എനിക്കറിയില്ല. ഇപ്പം എത്ര മണിയായി? 2 മണിയായി. കൂട്ടത്തൊന്നുമില്ല. ഓയ്യോ, ഇതാണ് നമ്മുടെ ഐറ്റം. ബൈ.